ഇന്നെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. ഈ വചനം ശ്രവിക്കുന്ന കുടുംബങ്ങൾ അനുഗ്രഹമാകട്ടെ. ഈ വചനം ശ്രവിക്കുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ വചനം കേൾക്കുന്ന വ്യക്തികൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ വചനം നിങ്ങളുടെ ചെവികളിൽ മുഴങ്ങുമ്പോൾ നിങ്ങളുടെ അകത്തു ദൈവശക്തി നിറയട്ടെ. നിങ്ങളുടെ ജീവിതങ്ങൾ മാറാനിടവരട്ടെ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവികമായൊരു സമാധാനം നിറയാനിടവരട്ടെ. പരസ്പര സ്നേഹം, ബന്ധം, ഐക്യം, കൂട്ടായ്മ വർദ്ധിക്കാൻ ഇടവരട്ടെ. എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ സമാധാനം നിറയുന്ന സമയമാണ്. ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും സമാധാനവും എല്ലാം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. പ്രതീക്ഷയോടെ ഇരിക്കാം, പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് കേൾക്കേണ്ട ഒരു വചനമാണ്, മനസ്സിലാക്കേണ്ട ഒരു വചനമാണ് പ്രസംഗിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 15-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണ്. വായിക്കുമ്പോൾ ഈ വചനം വളരെ സുപരിചിതമായും മനസ്സിലാക്കുന്നൊരു വചനമായിട്ട് നമുക്കറിയാം. യേശു അവിടെ നിന്ന് പുറപ്പെട്ട്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15:21, ടയർ, സീദോൻ എന്നീ പ്രദേശങ്ങളിൽ എത്തി. അപ്പോൾ ആ പ്രദേശത്തു നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞ് അപേക്ഷിച്ചു. ഒരാൾ ദൈവസന്നിധിയിൽ വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്തായിരുന്നു അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കാരണം? റീസൺ എന്തായിരുന്നു? അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ പിന്നിൽ സമർപ്പിച്ച നിയോഗം എന്താ? താഴെ എഴുതിയിട്ടുണ്ട്. കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. മകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിട്ടാണ് വന്നത്. മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിട്ടാണ് വന്നത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയുള്ള അനുഗ്രഹത്തെ നേടിയെടുക്കാൻ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് പറ്റും. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഒരു തലമുറയ്ക്ക് ആവശ്യമായ നന്മകളെ മേടിച്ചെടുക്കാൻ, നേടിയെടുക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പറ്റും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പറ്റും. അതുകൊണ്ടാണല്ലോ ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ അൾത്താരയിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ നിയോഗം വെച്ച് മാർച്ച് മാസത്തിൻ്റെ അവസാനം വരെ പ്രാർത്ഥിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. ആ സ്ത്രീയോട് യേശു പറഞ്ഞൊരു വാക്കുണ്ട്, നിന്റെ വിശ്വാസം വലുതാണ്. അതാണ് 28-ാമത്തെ വാക്യം. ഒന്ന് നോക്കിക്കേ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15:28. യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം വലുത്. അപ്പൊ ചെറിയ വിശ്വാസം, ഇടത്തരം വിശ്വാസം, വലിയ വിശ്വാസം എന്നുണ്ടോ? വലിയ വിശ്വാസമുണ്ട്, ചെറിയ വിശ്വാസമുണ്ട്, വലിയ വിശ്വാസമുണ്ട്. വലിയ വിശ്വാസം ദൈവവചനം കേൾക്കുന്ന നിങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് ഈ വലിയ വിശ്വാസം തരണേ. എനിക്ക് ദൈവത്തെ അങ്ങയിലുള്ള ഈ വലിയ വിശ്വാസം തരണം. എനിക്ക് ഒരു വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ അത് പോരാ. എനിക്കൊരു ഒരു തട്ടിക്കൂട്ട് വിശ്വാസമുണ്ട്, അത് പോരാ. എനിക്ക് വലിയ വിശ്വാസം വേണം. എൻ്റെ കുഞ്ഞുങ്ങളിൽ ദൈവത്തിലുള്ള വലിയൊരു വിശ്വാസം വളർന്നു വരണം. വലിയ വിശ്വാസത്തിന് വലിയ നന്മകളെ കൊണ്ടുവരാൻ പറ്റും. വലിയ വിടുതലുകൾ സംഭവിക്കും.